10:30 തുടങ്ങി 15 മിനിറ്റേ സമയമുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടല്ലേ. അത് ആ മുഹൂർത്തം എടുക്കുന്നതിന്റെ ആക്യുറസിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആക്യുറേറ്റ് ആയിട്ട് ഒരു മുഹൂർത്തം തയ്യാറായി കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ സന്താന വിഷയങ്ങൾക്ക് പരിഹാരമാണെന്നാണ് എൻ്റെ നിഗമനം. ഈ ഇടവം രാശിക്കാർക്ക് അതിൽ നിന്ന് കരകയറാൻ ഒരു പരിഹാരം ഉണ്ടാവില്ലേ? ഉണ്ടാവണമല്ലോ. അതെ. അതായത് ജ്യോതിഷത്തിൽ നമ്മൾ 3 ഘടകമാണ്: ഭൂത, വർത്തമാന, ഭാവി. വർത്തമാനകാലം എന്നുള്ളതിന് വലിയ ആയുസില്ല. നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ വർത്തമാനകാലം ടെൻസ് മാറിക്കൊണ്ടിരിക്കും. ഭൂതകാലത്തെ പറ്റി ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഭൂതകാലത്തെ പറ്റി സൂചന തരുന്ന ഒരു സംഭവമാണ് നമ്മുടെ ജാതകം. നമ്മുടെ മുൻ ജന്മങ്ങളും ഒക്കെ കണക്കാക്കി പഠിക്കാവുന്നതാണ് ജാതകം. അതിൽ പറയുന്നുണ്ടല്ലോ, ജാതകത്തിൽ നമ്മൾ മുൻകാലത്തുള്ളതായ ദുരിതങ്ങളെയും നല്ലതിനെയും ചീത്തതിനെയൊക്കെ പാകപ്പെടുത്തി അല്ലെങ്കിൽ ആ മുൻജന്മ സുഹൃതങ്ങളും നല്ലതും ചീത്തയും അനുഭവിക്കുവാൻ വേണ്ടിയിട്ടാണ് നിന്നെ ജനിപ്പിക്കണതെന്നാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ മുൻജന്മമായിട്ടുള്ള വിഷയം അവിടെ കഴിഞ്ഞു. ഒരു കുട്ടി പറഞ്ഞതുപോലെ രോഹിണി നാളിൽ ജനിച്ചും പോയി, നിവൃത്തിയില്ലല്ലോ, കുട്ടി ജനിച്ചു പോയില്ലേ. അപ്പൊ ജനിച്ച ഒരു കുട്ടിയുടെ കാര്യത്തെ പറ്റിയിട്ടാണെങ്കിൽ അത് പെൺകുട്ടിയാണെന്ന് വയ്ക്കാം ഒരു എക്സാമ്പിൾ ആയിട്ട്. കാർത്തിക മുക്കാലിലോ രോഹിണിയിലോ മകീരൻ ആദ്യ ഭാഗത്തോ ആദ്യത്തെ 2 പാദങ്ങളിലോ ആണ് അവർ ജനിച്ചതെങ്കിൽ നമ്മൾക്കൊരു സൂചനയുണ്ട്, ഇയാൾക്ക് സന്താന വിഷയമായിട്ട് എന്തെങ്കിലും ദോഷം സംഭവിക്കാനുള്ള ഹേതുണ്ട്. അത് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ജാതകത്തിൽ ഇപ്പോൾ വ്യാഴവും ശുക്രനും തമ്മിൽ പരസ്പര ദൃഷ്ടി ഉണ്ടാവുക, പരസ്പര യോഗങ്ങളൊക്കെ വരുന്ന വിഷയമുണ്ട്. നമ്മൾ അതിനെ നേരെ ട്രാൻസ്ഫർ ചെയ്യുന്നത് മുഹൂർത്തത്തിലേക്കാണ്. മുഹൂർത്തം നമ്മൾ ഭാവി നിശ്ചയിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ്. അതാണ് ഭൂതം, വർത്തമാനം, ഭാവി. ജാതകം, പ്രശ്നം, മുഹൂർത്തം. കണ്ടല്ലേ, പല ബോർഡുകളും കാണാം. ജാതകം, പ്രശ്നം, മുഹൂർത്തം. ഭൂതം എന്നുള്ള ജാതകം, പ്രശ്നം എന്നുള്ള തൽക്കാലം, ഭാവി എന്നുള്ളത് വരാൻ പോകും. അപ്പൊ ഭാവി നിശ്ചയിക്കുന്ന ഒരു ഘടകമാണ് മുഹൂർത്തം. മുഹൂർത്തങ്ങൾ നമ്മൾ ഗ്രഹങ്ങളുടെ സ്ഥിതി എല്ലാം കണക്കാക്കിയിട്ട് ഓരോരോ ഗ്രഹങ്ങൾക്കുള്ള സ്ഥാനം കണക്കാക്കി ഏത് കാര്യത്തിലാണോ നമ്മൾ മുഹൂർത്തം തയ്യാറാക്കുന്നത് ആ തയ്യാറാക്കുന്ന വിഷയത്തിൽ വേണ്ടുന്നതായ ഗുണങ്ങൾ ഉണ്ടാവണം. വിവാഹമാണെങ്കിൽ വിവാഹത്തിന് പറയുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്, ഏത് ഈ മുഹൂർത്തം തയ്യാറാക്കണം എന്നുള്ളത്. അതിന് ഏറ്റവും പ്രാധാന്യമായി പറയുന്ന ഒരു വിഷയമാണ് ഗുരു ശുക്ര മൗഢ്യം, ഗുരു ശുക്ര പരസ്പര ദൃഷ്ടി, ഗുരു ശുക്ര യോഗം. ഈ കാലങ്ങളൊന്നും തന്നെ വിവാഹ മുഹൂർത്തങ്ങൾക്ക് എടുത്തുകൂടാന്നാണ്. ഇപ്പൊ ചില സന്ദർഭങ്ങളിൽ വ്യാഴവും ശുക്രനൊക്കെ നേർക്ക് നേരെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ശുക്രൻ ഇപ്പോൾ തുലാൻ രാശിയിൽ നിന്ന് വൃശ്ചിക രാശിയിലേക്ക് കടക്കുമ്പോൾ ശുക്രനും വ്യാഴവും തമ്മിൽ പരസ്പരം കേന്ദ്രഭാവം ദൃഷ്ടിയാവും. ശുക്രനും വ്യാഴവും കൂടി കേന്ദ്രഭാവത്തിൽ നിൽക്കുന്ന സമയത്ത് വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരു മുഹൂർത്തം നിശ്ചയിച്ചാൽ അത് ഫെയിലിയർ ആയിരിക്കും. ആ ജാതകത്തില് ആ വിവാഹം കഴിക്കുന്നവരുടെ ജാതകത്തില് വ്യാഴവും ശുക്രനും പരസ്പരം ദൃഷ്ടിയോ യോഗങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സന്താനക്ലേശം ഉണ്ടാവാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു മുഹൂർത്തം തയ്യാറാക്കുന്ന ജ്യോത്സ്യർക്ക് വളരെ ഉത്തരവാദിത്തം കൂടുതലാണ്. വിവാഹ മുഹൂർത്തം തയ്യാറാക്കണമെങ്കിൽ വളരെ കൂളായിട്ടോ വളരെ വളരെ സ്പഷ്ടമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാം. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. നമ്മളിപ്പോൾ സന്താന വിഷയത്തെ കുറിച്ച് പറയുന്നതുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തെ പറ്റി പറഞ്ഞത്. ഗുരുശുക്ര മൗഢ്യം, ഗുരുശുക്ര പരസ്പര ദൃഷ്ടി, അതുള്ള സമയങ്ങളിൽ മുഹൂർത്തം നമ്മൾ കൊടുക്കരുത്, തയ്യാറാക്കരുത്. ആ കാലം ഒരു ചിലപ്പോൾ 1.5 മാസക്കാലമോ 1 മാസമോ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പരസ്പര ദൃഷ്ടിയും മൗഢ്യകാലങ്ങളും, ശുക്രനൊക്കെ മൗഢ്യമുള്ള സമയത്തുള്ള വിവാഹങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ആചാര്യം പറഞ്ഞിട്ടുണ്ട്. ജാതകത്തില് ശുക്രനും വ്യാഴത്തിനൊക്കെ പരസ്പര ദൃഷ്ടി ഉണ്ടെങ്കിൽ സന്താനക്ലേശം ചിന്തിക്കണമെന്ന് പറയുന്ന അതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് ആ മുഹൂർത്തത്തിന്റെ പ്ലാനിങ്. അപ്പൊ മുഹൂർത്തം നമ്മൾ ഭാവിയിലേക്ക് നിശ്ചയിക്കുമ്പോൾ നമ്മൾ വിവാഹത്തെ വേണ്ടി നിശ്ചയിക്കുന്ന ദിവസം നമ്മൾ തന്നെയാണ് ഗ്രഹങ്ങളെയൊക്കെ പൊസിഷൻ ചെയ്യുന്നത്, അല്ലെ? ഏതെല്ലാം ഗ്രഹങ്ങൾ എവിടെയുണ്ട്, നമ്മൾക്ക് ആ നിൽക്കുന്ന ഗ്രഹത്തിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ളതായ സമയത്തിൽ വ്യത്യാസപ്പെടുത്തും. അതാണ് 10:30 തുടങ്ങി 15 മിനിറ്റേ സമയമുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടല്ലേ. അത് ആ മുഹൂർത്തം എടുക്കുന്നതിന്റെ ആക്യുറസിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആക്യുറേറ്റ് ആയിട്ട് ഒരു മുഹൂർത്തം തയ്യാറായി കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ സന്താന വിഷയങ്ങൾക്ക് പരിഹാരമാണെന്നാണ് എൻ്റെ നിഗമനം. അതേപോലെ തന്നെ
ജാതകങ്ങൾ നമ്മൾ ചേർക്കുമ്പോഴുള്ള വിഷയം അത് ഇതിനേക്കാൾ പ്രാധാന്യമാണ്. ജാതകം ചേർക്കുമ്പോൾ സാമാന്യമായിട്ട് കാണുന്ന ഇതിനേക്കാൾ നല്ലത്, സാമാന്യമായിട്ട് പൊരുത്തങ്ങൾ നോക്കുന്നതിനേക്കാൾ ഒന്നും കൂടി ഡീപ്പായിട്ട് നോക്കണം. അതായത് സന്താന സൗഭാഗ്യമുണ്ടോ. ജാതകത്തിൽ ആദ്യം തന്നെ വിവാഹത്തിന്റെ പൊരുത്തങ്ങൾ നോക്കുന്നതിൽ ആദ്യം പറയുന്നത്, ആദ്യത്തെ പ്രമാണം തന്നെ അങ്ങനെയാണ്, നിസന്താനേ സസൂനം എന്നാണ്. സന്താനമില്ലാത്ത ജാതകങ്ങളാണെങ്കിൽ സന്താനങ്ങൾക്ക് ധാരാളം സാധ്യതയുള്ള ജാതകം ചേർക്കുക. പെൺകുട്ടിക്ക് സന്താനകോശം കൂടുതലാണെങ്കിൽ സന്താന ദുഃഖം കുറഞ്ഞ പുരുഷന്റെ ജാതകം ചേർക്കുക. അല്ലെങ്കിൽ സൽപുത്ര സന്താനയോ ധാരാളം കുട്ടികളൊക്കെ ഉണ്ടാവാൻ യോഗമുള്ള ആണിന്റെ ജാതകമായിരിക്കണം ചേർക്കണം. അതാണ് ബാലൻസിങ്. അപ്പൊ ഇങ്ങനെ ഒരു ബാലൻസിങ്ങിൽ നമ്മൾ ഈ മുഹൂർത്തം കുറിക്കുകയാണെങ്കിൽ, അതായത് ഭാവിയിലേക്കുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ശുഭമായിരിക്കും. സംശയമില്ല. അതിനാണല്ലോ ആചാര്യൻ ഈ മുഹൂർത്തത്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കാനുള്ള. ഓരോ ഘട്ടങ്ങളല്ലേ. കുട്ടികൾക്ക് ചോറ് കൊടുക്കുമ്പോൾ, ഊണ് കൊടുക്കുന്നതിനുള്ള മുഹൂർത്തങ്ങൾക്ക് ഏറ്റവും പ്രധാനമായി പറയുന്നത് എന്താണ്? വിഷദ്രേക്കാൻ ഒഴിവാക്കാന്നാണ്. രാജ്യത്ത് ഒരു വിഷദ്രേക്കാന്നുള്ള പ്രത്യേക പോർഷൻ സെറ്റ്, അത് ഒഴിവാക്കാന്ന് പറയും. വിവാഹത്തിന് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഗുരുശുക്ര മൗഢ്യം ഒഴിവാക്കുക, ഗുരുശുക്ര പരസ്പര ദൃഷ്ടി, പിന്നെ 7ാം ഭാവശുദ്ധി. 7ാം ഭാവത്തിൽ ഒരു ഗ്രഹങ്ങൾ നിന്നുകൂടാന്ന് പറയും. അപ്പൊ 7ാം ഭാവത്തില് ഇപ്പോ വ്യാഴം നിൽക്കുന്ന സമയം, മുഹൂർത്തത്തിന്, വിവാഹത്തിന് മുഹൂർത്തത്തിന് നമ്മൾ മുഹൂർത്തം തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്നതായ സമയം, അതായത് നമ്മൾ മുഹൂർത്ത സമയം എന്നുള്ള പറയുന്ന ആ സമയത്ത് ആ രാശിയുടെ 7ാം ഭാവത്തില് ഒരു ഗ്രഹങ്ങൾ നിന്നുകൂടാന്നാണ്. ശുഭഗ്രഹമായാലും പാപഗ്രഹമായാലും ഒരു ഗ്രഹങ്ങൾ നിന്നുകൂടാ. അതായത് വ്യാഴം നിൽക്കുന്നത് വരെ നല്ലതല്ലെന്നാണ്. വ്യാഴമാണ് ഏറ്റവും സർവ്വശ്രേഷ്ഠനായ ശുഭഗ്രഹം. ആ വ്യാഴം 7ാം ഭാവത്തിൽ നിൽക്കുന്ന നല്ലതല്ല വിവാഹത്തിന് മുഹൂർത്തങ്ങൾ. എന്താ കാരണം? വ്യാഴം എന്നുള്ളത് ഒരു സ്പിരിച്വൽ ഗ്രഹമാണ്. നമ്മുടെ ആവശ്യകത അതല്ല. ഈ വിവാഹ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് സ്പിരിച്വലും വേണം, ഭൗതികമായ നേട്ടങ്ങൾ വേണം. ഭൗതിക നേട്ടങ്ങൾ പെടുന്നതാണ് സന്താനാഭിവൃദ്ധി, നല്ല വീട്, വാഹനം ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ മുഹൂർത്തങ്ങൾക്ക് നല്ല പ്രാധാന്യം കൊടുക്കണം. ജാതകം ചേർക്കുന്നതിൽ പെർഫെക്റ്റ് ആയിരിക്കണം. അതും ഒരാളുടെ രണ്ടുപേരുടെ, ഒരാളുടെ മാത്രമല്ലല്ലോ, രണ്ടുപേരുടെയും ഭാവിയിലേക്കുള്ള കുറെ നല്ല കാര്യങ്ങൾ ഇതിലൂടെ നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ജ്യോതിഷം പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞു, ജ്യോതിഷം സൂചക ശാസ്ത്ര, നിങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ എന്താണ് സൂചിപ്പിക്കുന്നത്? നിങ്ങൾക്ക് സന്താന ക്ലേശമൊക്കെ ഉണ്ട്. അതേ ജ്യോതിഷം തന്നെ പ്ലാൻ ചെയ്ത് വെച്ചേക്കാണ്. കാലവിധാനം, പ്രകൃതി പ്ലാൻ ചെയ്ത് വെച്ചേക്കാണ് ഇങ്ങനെയുള്ള സംഭവം. അവിടെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കുറെ കാര്യങ്ങൾ ചെയ്ത് അതിനെ, ഒരാൾക്ക് ഇങ്ങനെ ഒരു കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇങ്ങനെ അതിനെ റിക്കവർ ആവാം സൂചിപ്പിച്ചേക്കും. അതില് ഈ വൈദ്യം, ഇതിനൊക്കെ വൈദ്യ ചികിത്സ വേണമെങ്കിൽ വേണം. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, വേറെ വിശേഷപ്പെട്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സ്ത്രീ ജാതകത്തിൽ അല്ലെങ്കിൽ പുരുഷ ജാതകത്തിൽ അവർക്കൊരു കുട്ടികളുണ്ടാവാൻ യോഗമേ ഇല്ല. ദത്തുപുത്ര യോഗം എന്നാ പറയും. കുട്ടികൾ ദത്തെടുക്കുക, അതൊരു യോഗമാണ്. ദത്തുപുത്ര യോഗം ഒരു സ്ത്രീ ജാതകത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ കൂടുതലായിട്ടൊന്നും, കാരണം അതൊരു കർമാർജിതം പൂർവഭവേ സദാതി വ്യത്യസ്തഭക്തിയും സമഭവ്യനക്തിയും എന്നാണ് പറഞ്ഞത്. അപ്പോൾ പൂർവ്വമായിട്ടുള്ളതായ ദുരിതങ്ങളെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ നിശ്ചയിച്ച് നമ്മൾ പ്രകൃതി ഈ ഭൂമിയിലേക്ക് നമ്മൾ വന്നതെന്നൊരു സൂചന, അല്ലെങ്കിൽ നിങ്ങളുടെ ജാതകം അതിന് ചേർന്നതാണെന്ന് പറയുന്ന ഒരു സൂചന തന്നിട്ട് ഒരു ജാതകത്തില് ഫുള്ളായിട്ടും ഒരു 10% പോലും കുട്ടികളുണ്ടാവാൻ സാധ്യതയില്ല, ദത്തപുത്ര യോഗം ഉണ്ടെങ്കിൽ ആ കാര്യം ശരിക്ക് അവരുടെ ആ ദമ്പതിമാരടുത്ത് പറഞ്ഞ് അത് മാക്സിമം നേരത്തെ ആ ദത്തപുത്ര യോഗം പ്ലാൻ ചെയ്ത് സക്സസ് ആക്കുക എന്നുള്ളതാണ് ബുദ്ധിപൂർവമായ നീക്കം. അതെ അതെ, ഇതിലെല്ലാം ജ്യോതിഷത്തിലും ഒരു മാർഗദർശനം ഉണ്ട്. നന്ദി സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.